ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് സത്യം പറഞ്ഞല്ലേ നമ്മുടെ അടുക്കളയില് അതിന് മുമ്പ് വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട്, കുറെ ചലഞ്ചിങ് വീഡിയോസും ഫൺ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി. പക്ഷെ ആ സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സത്യത്തിൽ ഒന്നിനും മൈൻഡ് കിട്ടുന്നില്ല. നമുക്ക് സത്യത്തിൽ ഈ ശനിയാഴ്ചത്തെ ആ കാര്യം ഓർത്തിട്ട് നമുക്ക് അങ്ങോട്ട് ആ ഒരു ദിവസത്തിലൊരു ശനിയിലോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് ഭയങ്കര ടെൻഷനും ആ ഒരു പ്രഷറും ഭയങ്കരമായിട്ട് ആ ഒരു പ്രഷറും കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് മൈൻഡിൽ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ശനിയാഴ്ചയാ പോകുന്നതെന്നൊക്കെ. ഈ കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ശനിയാഴ്ചയാണെന്ന്. അപ്പം അടുത്ത ശനിയാഴ്ച പോകുന്നത്. പക്ഷെ ആ ദിവസത്തോടടുക്കാൻ നമുക്ക് ഭയങ്കര ടെൻഷനും വെപ്പാളും ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ മനസ്സ് വരുന്നില്ല. അതാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇന്നലെ ഭയങ്കര കൂടുതലാണ് ജലദോഷവും കഫക്കെട്ടും ഒക്കെ പിന്നെ ആയിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒട്ടും വീട് ഇടാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം അറിയാലോ എല്ലാവർക്കും. നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വരുമാനത്തിലൂടെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ വിഷമിച്ച് സങ്കടപ്പെട്ട് വീടൊക്കെ ഇടാതിരുന്നാൽ തന്നെ നമുക്ക് തന്നെ അതിലും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഇനി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ലോണും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ തട്ടിക്കൂട്ടിയെങ്കിലും ഇടണം, സഹകരിക്കണം കേട്ടോ. അതെ, വേറൊരു സംഭവം ഇന്ന് നമ്മളാണെങ്കിൽ നമ്മുടെ ഈ പരിസരത്തൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടത്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേര് സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പേര് ഉണ്ട് കഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാരുണ്ടെന്ന് അറിയുന്ന സത്യം പറഞ്ഞാൽ ഇന്നാണ്. പക്ഷെ ഒന്നും അല്ലായിരിക്കും, അതിൽ കൂടുതൽ ഇപ്പൊ കാണാത്തവരും അറിയാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. സത്യത്തില് ഞാൻ ഇന്ന് അന്താളിച്ച് പോയി കേട്ടോ. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഈ ആൾക്കാർ പലരും പറയുന്നുണ്ട് നമ്മൾ കണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഇരക്കാൻ നടക്കുന്നവർ. സത്യത്തിൽ ഒരു സഹായം കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഇന്ന് ഞാൻ അറിയാം. നമ്മൾ മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി ഉണ്ടെന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്ത്, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത്, അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ബുദ്ധിമുട്ട് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത്. അതല്ലാതെ ഒരുപാട് പേര്, അതും വലിയ ഇങ്ങനൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ വരുമാനം കിട്ടുമ്പോ എല്ലാ മാസവും ഞങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണം നമ്മൾ ഏറെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചാണ്. ഇതിന് നമുക്ക് കിട്ടുന്നതിനകത്ത് നിന്ന് ഒരു വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും എടുത്ത് നമ്മളാൽ കഴിയുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അതിനൊന്നും സാധിക്കുന്നില്ല ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 2 പേഷ്യൻസ് നമ്മുടെ വീട്ടിലുള്ള ഡോറയും രോഗിയാണ്, മോനും അതുപോലെ തന്നെ. അപ്പൊ 2 പേരുടെയും ട്രീറ്റ്മെന്റ് കൊണ്ടുപോകണം. നമുക്ക് തന്നെ ഇവിടെ സത്യത്തിൽ ഇതിന് കിട്ടുന്ന വരുമാനം തികയുന്നില്ല. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇന്ന് ഇട്ടപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാട് പറഞ്ഞ പലർക്കും സഹായം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടിയതിനകത്ത് നിന്ന് നമുക്ക് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ സ്വരൂപിച്ച് വെച്ചതിനകത്ത് നിന്നും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വരുമാനത്തിനകത്തും വളരെ ചുരുക്കം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വളരെ കുറച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. കാരണം വീണ്ടും ഒരുപാട് പേര് സഹായം ചോദിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർ ചിലപ്പം വിചാരിക്കും നമ്മൾ വെറുതെ ഇട്ടേക്കായിരിക്കും വിചാരിക്കും. ഞാൻ അതുകൊണ്ട് പിന്നെ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഒത്തിരി പേര്, ഒരുപാട് പേര് എന്തായാലും ഉറപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ഇപ്പം ഈ സഹായം ചോദിച്ചാൽ വീണ്ടും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തായാലും മുന്നോട്ട് ഞങ്ങൾ പോകും എന്നുള്ളത് എന്തായാലും ഞങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യം. എന്തായാലും ഇടയ്ക്ക് ഗബ്രൂട്ടൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമായിപ്പോയി. ഇത്രയും ആൾക്കാർ വന്നതിൽ ഇത്രയും പേരെ നമുക്ക് 3-4 പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പോലും പറ്റിയില്ല കേട്ടോ. കാരണം നമുക്ക് അതിനുള്ള ഒരു ബഡ്ജറ്റിൻ്റെ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ ഇല്ലല്ലോ. കാരണം ഇനി ഇവരും ശനിയാഴ്ച മോനെയും കൊണ്ട് പോകണം, അതിന് തന്നെ പൈസ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് വളരെ ചുരുക്കം നമ്മുടെ കയ്യിലുള്ളൂ. വളരെ കുറച്ച് തുക മാത്രമേ നമ്മുടെ കയ്യിൽ ഇരിപ്പുള്ളൂ. അന്നേരം ഒരുപാട് പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആകെ 3-4 പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ അയച്ചു തന്ന
3-4 പേര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പലരും ആണെങ്കിൽ പിന്നെ വൈകിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് പറ്റുന്നൊരു സാഹചര്യം അല്ലാതായിപ്പോയി. എന്താ ചെയ്യാനാ, ദൈവം എന്തായാലും അതിനൊരു അവസരം തരുവാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഞങ്ങൾ ഇതുപോലെ ചെയ്യും. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും എന്തായാലും, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇന്ന് നമ്മൾ വന്നതിന് വെച്ചാൽ നമ്മുടെ അടുക്കള നമ്മൾ കെട്ടിയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതുവരെ അടുക്കളയിലോട്ട് കയറിയില്ല കേട്ടോ. ഇതുവരെ അടുക്കള നമ്മൾ കയറിയിട്ടില്ലായിരുന്നു. നമ്മുടെ അവിടെ അകത്ത് അടുക്കളയായിരുന്നപ്പോ ഞാനന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നതും പാലുകാച്ച് നടത്തിയതും നമ്മുടെ പാചകമൊക്കെ ചെയ്തതും രാവിലെ എഴുന്നേറ്റൊന്ന് ഇതൊക്കെ ചെയ്തതും നമ്മുടെ ഗബ്രൂട്ടിന് പൊള്ളലേറ്റതും അകത്ത് അടുക്കള ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെയാണല്ലോ നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് അടുക്കള മാറ്റിയത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ പണി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം സ്പേസ് കുറവല്ലേ, അപ്പം കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ ഒതുക്കി വെച്ചേക്കുമായിരുന്നു. ഇതിനകത്തും ബാത്റൂമിലൊക്കെ ആയിട്ട്, ബാത്റൂമിൽ ഒരുപാട് സാധനം ഇരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ആയിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത് ബാത്റൂം സെറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ബാത്റൂമിലേക്കുള്ള ക്ലോസറ്റ് ഇരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ, നമ്മുടെ അടുക്കളയ്ക്കകത്ത് ഇരിക്കുന്നത്. ഈ ഒരു ക്ലോസറ്റ് വെച്ചതിന് വാങ്ങിച്ചതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വില കൂടി ക്ലോസറ്റ് മേടിച്ചു വെച്ചേക്കും. ഇത് മേടിച്ചിട്ട് വലിയ വിലയൊന്നുമില്ല കേട്ടോ, 4800 അത്രയും കണ്ടാവുള്ളൂ. ഇത് മേടിച്ചതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാത്റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മൾ ഷെഡ് മേടിച്ചത്. അപ്പൊ അതിനകത്താണെങ്കിൽ നമുക്ക് മറ്റ് ഇത് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ സാധാരണ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ആ ടാങ്ക് ഒക്കെ ആയിട്ടുള്ളത് വെക്കാൻ പറ്റത്തില്ല. പിന്നെ സാധാ ക്ലോസറ്റ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല, ഡോറയ്ക്ക് യൂറോപ്പിനെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കൂടുതലായിട്ട് മേടിച്ചത്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാകുമ്പോഴത്തെ ഇപ്പൊ ഈ ഷെഡ് പൊളിക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഇവിടുന്ന് എടുത്ത് ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, വേറെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചേട്ടോ. അങ്ങനെ അല്ലാതെ വേറെ കാശുകളാക്കിയൊന്നും മേടിച്ചില്ല. ഇവിടെ എല്ലാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയാണെങ്കിൽ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നടത്തുമെന്ന് വിചാരിച്ചിട്ട് അടുക്കള ജസ്റ്റ് ഒന്ന് ഒതുക്കി. നമ്മൾ അടുക്കള ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. ഡോറ പാചകം ചെയ്യാൻ പോകുന്ന സ്ഥലം. ഡോറയ്ക്ക് ഓരോ ദിവസം പറഞ്ഞോണ്ടിരിക്കും ഇവിടെ ചായ ഒക്കെ ഇടണമെങ്കിൽ പെട്ടെന്ന് എനിക്ക് രാവിലെ ആയാലും വൈകിട്ടായാലും ചായ ഒക്കെ കുടിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളം എല്ലാം അപ്പുറത്തല്ലേ, അതുകൊണ്ട് ഇപ്പൊ അമ്മ ഇച്ചാനും ഉണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പൊ ചായ ഇട്ടോണ്ട് തരുന്നു. ഫുഡും വെള്ളം എല്ലാം അപ്പുറത്തുനിന്നാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പൊ ഇങ്ങോട്ടായിട്ട് വേണം. അപ്പൊ ഡോറ നമ്മുടെ അടുക്കളയിൽ നിന്നിട്ട് അടുക്കള വിശേഷങ്ങൾ പറയാൻ പോവാട്ടോ. ആദ്യം എങ്ങോട്ടാണ് നോക്കുന്നത്? ഇതെന്ന് വെച്ചാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് അടുക്കള വീടൊക്കെ ആകുമ്പോഴത്തേന് ഇത് കൂടി സാധനം വെക്കണം. ഇതാകുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളം ഇത് കൂടെ തന്നെ പോവുമല്ലോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിനകത്ത് അങ്ങനത്തെ അല്ല കേട്ടോ. പക്ഷെ നമ്മൾ പാത്രം കഴുകുമ്പോ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വീഴുമല്ലോ. അപ്പൊ ഞങ്ങള് ഇത് പാത്രം സെലക്ഷൻ ഇച്ചാന്റെ ആണ്. ഞാൻ പറഞ്ഞു കൊടുത്തു, പിന്നെ ഇച്ചാനെ എനിക്ക് ഓർഡർ ചെയ്ത് തന്നു. അധികം എത്ര കണ്ട് 200 സ്പൂണൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ നമുക്ക് ഇത് നമ്മള് ഇത് ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ലാഭം കേട്ടോ. 200 ഇത് ലാഭമാണ്. ഷോപ്സിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ഈ സാധനം. പിന്നെ ഇതെന്താന്നറിയോ, 4 പ്ലേറ്റ് ഉണ്ട്. അയ്യോ നല്ല പ്ലേറ്റ്. അയ്യോ ഞാൻ വിചാരിച്ചു ഇല്ല കിട്ടുന്നില്ല. കുഴപ്പമില്ല, വെറുതെ അല്ലേ ഈ പണ്ടാരിനകത്ത്. എന്ന് വെച്ച് എങ്ങനെ കിട്ടിയതെന്നറിയോ, അതും ഈ തട്ടവും കൂടി കിട്ടിയത്. തട്ടം തന്നെയല്ലേ, വേറെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അമ്മയ്ക്ക് ഇവിടെ നിന്ന് ലോൺ എടുത്തപ്പോ അതിന്റെ നമ്മള് ഡോറയുടെ പേര് അമ്മയ്ക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലോണിനകത്തുനിന്ന് 6000 രൂപയുടെ പാത്രം കിട്ടിയതാണ്. ആ പാത്രത്തിനകത്തുള്ള സംഗതിയായിട്ടൊക്കെ അത് ഇത് 4 പ്ലേറ്റ് ഉണ്ട്. ആ തട്ടം ഞങ്ങളുടെ ഇവിടെ ചോറ്റുപാത്രം എന്ന് പറയും. പിന്നെ ഒരു ഇഡ്ഡലിക്കുട്ടുക, ചെറിയൊരു ഇഡ്ഡലിക്കുട്ട കേട്ടോ. പിന്നെ വരുന്ന പിന്നെ ചെരുവുണ്ട്, നോൺ സ്റ്റിക്ക് ജഗ്ഗുണ്ട്, പിന്നെ പാല് തിളപ്പിക്കുന്ന സോസ് പാൻ ഉണ്ട്. പിന്നെ എന്തുവായിരുന്നു, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്റെ രീതിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന വാഷ് ബേസിൻ. അതെന്താ സാധനം? ഏത് വാഷ് ബേസിൻ? വാഷ് ബേസിൻ എന്താ സാധനം? വാഷ് ബേസിൻ എന്താ സാധനം? ഇതെന്താ സാധനം? ഇത് ബേസിൻ. ബേസിൻ എന്തുകൊണ്ടാ? പ്ലാസ്റ്റിക്കിന് ബേസിൻ. ഇതൊക്കെ അറിയത്തില്ലെന്ന് തോന്നട്ടാ. ഇത് സംഗതി നമ്മുടെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ തുണി കഴുകുന്ന ഞെവിടി പിഴിയുന്ന ബേസിൻ ഉണ്ടല്ലോ, അതാ ബേസിൻ. ഞാൻ വന്നപ്പോ ഈ ബേസിൻ നമ്മുടെ അടുക്കളയിൽ പഴയ ഇവിടെ എവിടെങ്ങാണ്ട് ഇവിടെ നമ്മുടെ പഴയ അടുക്കളയായിരുന്നു കേട്ടോ. ഇവിടെ അവിടെയായിരുന്നു ഇതിരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ എന്തുവാന്ന് ചോദിക്കുന്നത്. നമ്മുടെ സാധാരണ ബേസിൻ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ, ആ ബേസിൻ ഞാൻ എന്ത് ചെയ്യുന്ന കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മള് വാഷ് ബേസിനായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോ അത്രയും ലാഭമില്ലേ. 900 രൂപയ്ക്ക് ഞാനൊരു വാഷ് ബേസിൻ നോക്കിയിട്ട് അത്രയും രൂപയായിട്ടൊന്നും വേണ്ടല്ലോ, തൽക്കാലം നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നമ്മൾ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തേക്കുന്നത് ചോദിച്ചാല് നമ്മള് മറ്റേ ഫോം ഉണ്ടല്ലോ, ഫോം
സ്പ്രേ ഫോം ഉണ്ടല്ലോ, ആ സ്പ്രേ ഫോം ഇതിൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും, അനങ്ങത്തില്ല. നല്ല കുക്കറൊക്കെ പിന്നെ ഇത് നമ്മള് പറഞ്ഞില്ലേ, നമ്മള് മറ്റേ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊക്കെ പിന്നീട് കാണിക്കും. ഇപ്പൊ തൽക്കാലം പിന്നെ ഇതാണ്ട് കുറച്ച് സ്പൂണുകൾ കേട്ടോ ഞാൻ ഓർഡർ ചെയ്താണ്. ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് 2-3 മാസത്തിനുള്ള കേട്ടോ. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, കാരണം ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. 3-4 മാസമായില്ലേ നമ്മൾ അന്ന് ഷെഡ് വെച്ച സമയത്ത് മേടിച്ചതാ. പിന്നെ കുറച്ച് കത്തി ഐറ്റംസ്, കത്രിക, ഇത് മറ്റേ ലൈറ്റർ, ഇത് മറ്റേ പ്ലക്കർ അല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇച്ചാന്റെ കച്ചറുപുച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇവിടുത്തെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ ഈ സ്റ്റൗ മേടിച്ചിട്ട് ഇപ്പൊ 3-4 മാസം കണ്ടായി. നമ്മുടെ ഗബ്രൂട്ടിന് പൊള്ളൽ ഏൽക്കുന്നതിന് മുമ്പ് സംഗതി വാങ്ങിച്ചതാ. പക്ഷെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. 1-2 തവണ നമ്മൾ കത്തിച്ചു എന്ന് തോന്നില്ലേ, 1-2 തവണ നമ്മൾ കത്തിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ ഈ സാധനം ഇതുവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടുന്ന് അപ്പോഴത്തേക്ക് ഗബ്രൂട്ടിന് പൊള്ളലും കാര്യങ്ങളൊക്കെ ഏറ്റു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കുക്കിംഗ് ഇല്ലായിരുന്നു, അടുക്കള ഇവിടെ അല്ലായിരുന്നു, ഇവിടെ ആയിരുന്നു അടുക്കള. ഇവിടെ നിന്നുള്ള എല്ലാം നമ്മൾ പൊളിച്ച് ഇപ്പുറത്തേക്ക് ആക്കി. പിന്നെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്, ബോട്ടിലൊക്കെ ഞാൻ മേടിച്ചു. പക്ഷെ ഇത് നമ്മൾ അന്ന് ഇതാക്കിയപ്പോ കയറ്റിയ അരിയാട്ടോ, നമ്മുടെ പാലുകാച്ച സമയത്ത് നമ്മൾ കയറ്റിയ അരിയാണിത്. പക്ഷെ ഒന്നും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങളിത് കാണുമ്പോ അറിയാൻ പറ്റും, നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഇപ്പൊ ഞാൻ തുറന്നു കാണിക്കാം കേട്ടോ. ഡോറ തുറക്കുന്ന വീഡിയോ ആണ്, എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ. കണ്ണിമ്മ വെട്ടാതെ നോക്കിയിരുന്നാലേ എനിക്കിത് കാണാൻ പറ്റത്തോളെ. പോരട്ടെ പോരട്ടെ. ഈ റാക്ക് നമ്മൾ സത്യത്തിൽ ഡോറയ്ക്ക് വേണ്ടി ചെയ്തയാ സംഗതി, പക്ഷെ വരുത്തില്ല കേട്ടോ. സ്നാക്സ് ആണേ. ഇതിനകത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചേക്കുക, കുറച്ച് പാത്രങ്ങൾ ഐറ്റംസ് ഉണ്ട്. ഇത് ഡോറയ്ക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്ത, അടയ്ക്കാനും പറ്റില്ല, തുറക്കാനും പറ്റില്ല. അടയ്ക്കാൻ പിന്നെ ഇങ്ങനെ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഇത്രയും തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുറക്കാൻ കണ്ട. മറ്റേതും തുറക്കാൻ പറ്റും നോക്ക്. നോക്കാം, ഇത് ആദ്യം അടയ്ക്കട്ടെ ഇച്ചിരി. ഇനി മറ്റേത് തുറക്കാൻ നോക്കുവാണേ. എന്താ എന്നെ അവിടെ വിളിച്ചു, പിന്നെ വിളിച്ച് സംഗതിയാണെങ്കിൽ ഇച്ചിരി ടൈറ്റായി പോയി ചെയ്ത് വന്നപ്പോഴത്തേക്ക്. ഇനി എല്ലാം ഒന്ന് ലൂസാക്കി ഫ്രീ ആക്കി എടുക്കണം. തുറന്നടി. ഇപ്പൊ തുറക്കും അവള് തുറക്കും. എന്നെ മറിച്ചിട്ടേക്കല്ലേ ക്രിസ്റ്റീന, നീ വീണാലും കുഴപ്പമില്ല, എന്നെ മറിച്ചിട്ടേക്ക്. തുറക്കടി, നിന്നെ കൊണ്ട് പറ്റും. കണ്ടോ, അവക്ക് പറ്റുന്നില്ല, അന്നേരമാണ് പിന്നെ ഞാൻ തുറക്കുന്നത്. അത് പറ്റും, അത് തുറക്കണ്ടേ. ഇത് സത്യത്തിൽ ഇച്ചാൻ ഇത് തുറക്കാതിരിക്കാൻ വേണ്ടിട്ടുണ്ട്. ഞാൻ പിടിച്ചു കാണിക്കാം. ജിമ്മിലൊക്കെ പോകുന്ന ആളല്ല, അങ്ങ് തുറക്കാൻ കൊണ്ട്. ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഇതിനകത്തും കുറച്ച് സാധനങ്ങൾ, നമ്മുടെ മിക്സിയും സാധനങ്ങളൊക്കെ വെച്ചേക്കുക, തടിയും സാധനങ്ങളും. ഒട്ടും തുറക്കാൻ പറ്റുന്നില്ല കേട്ടാ, ഒട്ടും തുറക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല, കുറെ നാളായി തുറന്നിട്ട്. ഇനി അതിന്റെ ആയിരിക്കും ജാം ആയതാണെന്ന് അറിയത്തില്ല, കൊറേ ദിവസമായി. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല, ഇത് ഇടയ്ക്ക് ഞങ്ങൾ തുറക്കാറുണ്ട്. മറ്റേ പക്ഷെ നമ്മൾ ചെയ്തപ്പോ ഇത്രയും ഇതില്ലായിരുന്നു, ടൈറ്റ് ഇല്ലായിരുന്നു. ചെയ്തപ്പോ ഇത്രയും ടൈറ്റ് ഇല്ലായിരുന്നു, ഇപ്പൊ ടൈറ്റ് ആയി. ഇതെനിക്ക് തോന്നുന്ന മറ്റേ കൂട്ട് ഇങ്ങനെ വീതിയുള്ള കൂട്ട് പിടിപ്പിച്ചാ മതിയായിരുന്നു. ഞങ്ങളുടെ തല തമ്മിൽ കൂട്ടിയിടിച്ചു. അങ്ങനെ ഒരു സൈഡ് കൈ നോക്ക്. അതിപ്പോ ഞാൻ ശരിയാക്കി തരാം. പറ്റുന്നില്ലേ? അടച്ചല്ലോ. ഗ്യാസ് വരുന്നു ഇങ്ങോട്ട്. നമുക്ക് ശരിയാക്കാടി, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അതെ, ഇവിടെ ആയിട്ട് മറ്റേ ടൈപ്പ് ഇല്ലേ, ഇങ്ങനത്തെ കൂട്ട് പിടിയില്ല, ഇങ്ങനെ അത് കൂട്ട് പിടിപ്പിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോ കുറച്ചുകൂടെ ഇങ്ങനെ പിടിച്ച്, ഇതിനകത്ത് അത്രക്ക് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അത് നമ്മൾ ഇടയ്ക്ക് തുറക്കാറുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പാത്രം കഴുകുന്നു, പിന്നെ ഇവിടെ കഴുകി വെക്കാനുള്ള മറ്റേ കൂട്ട് വലിയ സ്റ്റാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു.
നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഇവിടെ കേട്ടോ. ഫ്രിഡ്ജിൽ നിറച്ച സാധനങ്ങളാ. പിന്നെ ഭയങ്കര സാധനം. കുഞ്ഞിന്റെ മരുന്ന്. അയ്യോ, ഒരു വക സാധനം ഇല്ല, ഒന്നും നമ്മൾ മേടിച്ചിട്ടില്ല, അതാണ് സത്യം. ഇവിടെ പാചകം തുടങ്ങണം ഇനി, എല്ലാം ശരിയാക്കി തുടങ്ങണം. പ്ലംബിംഗ് വർക്ക് നടത്തിയാലേ നമുക്കത് പ്ലംബിംഗ് വെള്ളം വന്നാലേ നമുക്ക് ഇവിടെ എല്ലാം പാത്രങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ എല്ലാം അപ്പുറത്ത് പോയി കഴിയണം, പിന്നെ അവിടെ പോയി എടുക്കണം. ഇതെന്താ ഡോറയുടെ ദേഹത്ത് എന്തോ അലർജി ആയണ്ട, നെറ്റിയിലും കഴുത്തിന്റെ അടുത്തും ഒക്കെ ആണെങ്കിലും മുഖത്തും കവളത്തും എല്ലാം ഇങ്ങനെ ചൊറിഞ്ഞു തേണ്ടിരിക്കുന്നത്. എന്ത് അലർജിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ചൊറിയുന്നുണ്ട് ഇവിടെ നമ്മൾ ചുമന്നല്ലേ, എന്തോ അലർജി ആണോ നീ? ഇന്നാളൊക്കെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നോ? ഞാൻ ആദ്യം വിചാരിച്ച സോപ്പിന്റെ ആയിരിക്കും. ഇതിപ്പോ ഞാൻ എപ്പ രാവിലെ ഉച്ചയ്ക്ക് കുളിച്ചില്ലേ, ഇത്ര വൈകുന്നേരം നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത്. എന്താണ് ആർക്കറിയാം. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ അടുക്കള വിശേഷങ്ങള്. അപ്പോ നമ്മുടെ അടുക്കള എങ്ങനെയുണ്ടെന്ന് പറയണം നിങ്ങളെല്ലാരും. അടുക്കളയിൽ കുക്കിംഗ് വ്ളോഗും വീഡിയോ ഒക്കെ ഇടാം. നമ്മുടെ ഗബ്രൂട്ടിന്റെ ഇതൊന്നും കഴിയട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തായാലും പാചകം മാറിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ശനിയാഴ്ച ഒന്ന് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സത്യത്തിൽ എന്താണ് അതിന്റെ സിറ്റുവേഷൻ, എങ്ങനെയുണ്ട് മോനെ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതറിഞ്ഞാലേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമാധാനത്തോടെ എന്തെങ്കിലും ചെയ്യാനും എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. ശനിയാഴ്ച അടുക്കും തോറും ഞങ്ങൾ സത്യത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളില് കുഴപ്പമുണ്ടാവരുത്, കുഴപ്പം കാണത്തില്ലെന്നുള്ള. നമ്മളെ ഇപ്പം മെനഞ്ഞാന്ന് നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു 3rd സ്റ്റേജ് ആണ്, അപ്പൊ അതുകൊണ്ട് എമർജൻസി ആയി ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് കൂടുതലായിരുന്നു, ഇത്തിരി കഫക്കെട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു, തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ചത്ത് മരവിച്ച അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ശനിയാഴ്ച പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് എന്തോ പറയുന്നു അറിഞ്ഞാലേ ഇനി എന്തായാലും നോക്കാം. അപ്പോ നമ്മുടെ അടുക്കള പറഞ്ഞായിരുന്നോ ഞാൻ വീണ കാര്യം? ഇല്ല, കാണിച്ചു വേണ്ട. അവിടെയാ? അവിടെ കുഴപ്പമില്ല, വേണ്ട, അതൊന്നും കുഴപ്പമില്ല. ഡോറ വീണായിരുന്നു കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ വൈകിട്ടാണെങ്കിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നടത്തുമല്ലോ. അപ്പൊ നടന്നിട്ട് ഡോറ തിരിച്ച് തനിയെ കയറി വന്ന സമയത്ത് കാല് കുഴിക്കാത്തോട്ട് വലിയ നമ്മള് തൂണ് ഈ ഇതിന്റെ എല്ലാം തൂണിട്ടിട്ടില്ലേ, ഷെഡിന്റെ തൂണിട്ടിട്ടില്ല. അപ്പൊ അവിടെ കുഴി എടുത്ത കുഴിയിലോട്ട് ഇച്ചിരി മണ്ണിറങ്ങി കിടപ്പുണ്ട്. നമ്മളിവിടെ ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അങ്ങോട്ട് ഇച്ചിരി മണ്ണിറങ്ങി കിടപ്പുണ്ടായിരുന്നു, കുഴി പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡോറ നടന്നു വന്നപ്പോ ചെരുപ്പ് അതിനകത്തോട്ടായിപ്പ് അങ്ങനെ മറിഞ്ഞടിച്ച് വീണ് ഭാഗ്യത്തിന് തല ഭിത്തിയിൽ ഇടിച്ചില്ല, തേങ്ങയ്ക്കകത്ത ഭാഗ്യത്തിന് തല ഇപ്പൊ തന്നെ മുഴച്ചു വീണിട്ട്. ഞാൻ ഇവർക്കൊന്നും എടുക്കാൻ പറ്റില്ല. അന്ന് മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന അന്നായിരുന്നു വൈകുന്നേരം. അത് ഭാഗ്യത്തിന് തേങ്ങയുടെ പുറത്തോട്ടാ വീണത്. അത് തൊണ്ടുള്ള തേങ്ങ ആയതുകൊണ്ട് അവിടെ വെച്ചമ്മ തൊണ്ടുള്ള തേങ്ങ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, തല പൊട്ടിയില്ല. വയലെ ഭിത്തിയോട് ചേർന്ന് വീണത്. ഇവിടെയും വേന ഉണ്ടായിരുന്നു, ഇതാണ്ട് ഈ ഒരു ഭാഗത്തും ഇവിടെയും തല നന്നായിട്ട് മുഴച്ചാ. പെട്ടെന്ന് ഇച്ചായ ഓടിവാ ഞാൻ വീണെന്ന് പറഞ്ഞു. ഇച്ചാൻ ഓടി വന്ന് തല തിരുമ്മി, അന്നേരത്തെ നല്ല രീതിയിൽ മുഴച്ചായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ അതിന്റെ അടുത്താണ് നമ്മുടെ ചീനിച്ചട്ടി ഇരിപ്പുണ്ടായിരുന്ന, ഭിത്തി ഉണ്ടായിരുന്ന കോരി അല്ല മറ്റേ കുഞ്ഞൻ തൂമ്പ അതിരിപ്പുണ്ടായിരുന്നു. എന്റെ ഭാഗത്തിന് അതിലോട്ടൊന്നും വീണില്ല. ആര് മോന്റെയാ? വേണ്ട. അപ്പോ എന്തോ ഭാഗ്യത്തിന് കഷ്ടകാലം ഇങ്ങനെ ഞങ്ങളുടെ തലയിൽ കിടന്ന് കറങ്ങുവാണ്. അങ്ങോട്ടും അതില് ഇറങ്ങാൻ പേടിയായിരുന്നു. പിന്നെ കാരണം എനിക്ക് അതാ എളുപ്പം കേറി വരാനും ഇറങ്ങാനും. അതാകുമ്പോ ഇവരുടെ അടുത്ത് പറയണ്ട, എനിക്ക് തന്നെ കേറി ഇറങ്ങും ചെയ്യാൻ. തുണി വിരിക്കാനൊക്കെ ഇറങ്ങിപ്പോന്നും കയറി വരുന്നത് ഇതിലെ തന്നെ. അവിടെ മറ്റേ സ്റ്റെപ്പിനകത്താണെങ്കിൽ പിന്നെ എടുത്തു കയറ്റണം, പിന്നെ ചെരുപ്പ് അവിടെയാവും, പിന്നെ ചെരുപ്പ് ഇവിടെ കൊണ്ടുവരണം. നിങ്ങൾ ഡോറയുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഡോറയ്ക്കാണെങ്കിൽ ശരിക്കും നടക്കാനോ കാല് പൊക്കിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ നടക്കുമ്പോൾ എപ്പോഴും ഡോറ വീഴുന്നത്. നമ്മളെ പോലെ നോർമലായിട്ട് നടക്കാൻ പറ്റില്ല, ബലക്കുറവുണ്ട് കാലിന്. അതല്ല ഇപ്പൊ പാദം കാണിച്ചു തരാവേ, നിൽക്കുമ്പോ ഉള്ള പാദം എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഈ പാദം കണ്ട, ഇതിന്റെ ഇവിടെ തറയെ കുത്താൻ പറ്റത്തുള്ളൂ, ഉപ്പുറ്റി തറയെ കുത്താൻ പറ്റത്തില്ല. ഇങ്ങനെ നിൽക്കുന്ന കാല് വളഞ്ഞിരിക്കും, ഇവിടെ മുട്ടിന് വളമുണ്ട്. ഈ കാല് മാത്രമാണ് നിരത്ത് ആകെ കുത്താൻ പറ്റുന്നത്. പക്ഷെ അതിന്റെ മുട്ടിങ്ങനെ രണ്ട് മുട്ടും മടങ്ങിയ, അതുപോലെ ഇവിടെയും നടുവിന് വളവുണ്ട്. അപ്പൊ അതുകൊണ്ട് നോർമലായിട്ട് നമ്മളാരെയും പോലെ അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല. അതാണ് ഈ ഡോറയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ ഹൈറ്റ് ഉള്ളവരെ പോലെ അല്ല ഡോറയുടെ ശരീരം എന്ന് പറയുന്നത്. പിന്നെ അസ്ഥിക്ക് നീർക്കെട്ടും കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെയും പ്രശ്നമുണ്ട്.
അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അടുക്കള എങ്ങനെയാണെന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.